1983 ഡിസംബർ 39 അമേരിക്കയിലെ ഹോളിസ്റ്റൺ എന്ന സ്ഥലത്താണ് കെവിൻ സിസ്ട്രോമിൻ്റെ ജനനമെന്ന് പറയുന്നത്. സാമാന്യം സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലാണ് കെവിൻ സിസ്ട്രോം ജനിക്കുന്നത്. കെവിൻ്റെ അച്ഛൻ അമേരിക്കയിലെ തന്നെ പ്രമുഖ കാർ ഷെയറിംഗ് കമ്പനിയായ സിപ്കാറിലെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. ചെറുപ്പകാലം മുതലേ കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ താല്പര്യം കാണിച്ചിരുന്ന കെവിൻ ഡൂം 2 എന്ന ഷൂട്ടിംഗ് ഗെയിം കളിക്കുകയും പുതിയ ലെവൽസ് അതിൽ സ്വന്തമായി നിർമ്മിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടുകയും ഫേസ്ബുക്ക് സ്ഥാപകനായ മാർക്ക് സുക്കർബർഗിൽ നിന്ന് ഒരു റിക്രൂട്ട്മെൻറ്റ് ഓഫർ കെവിനെ തേടി വരികയും എന്നാൽ കെവിൻ ആ ഓഫർ നിരസിക്കുകയുമാണ് ഉണ്ടായത്. പിന്നീട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം കഴിഞ്ഞിറങ്ങിയ കെവിൻ ഗൂഗിളിൽ ജോയിൻ ചെയ്യുകയും ജിമെയിൽ, ഗൂഗിൾ കലണ്ടർ പോലുള്ള പ്രൊഡക്റ്റുകളിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്ററായി വർക്ക് ചെയ്യുകയും ചെയ്തു. പിന്നീട് തനിക്ക് പ്രൊഡക്റ്റ് മാനേജറിൽ നിന്നും അസോസിയേറ്റ് പ്രൊഡക്റ്റ് മാനേജറിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് കാരണം തന്നെ സിസ്ട്രോം ഗൂഗിളിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്തു. ഗൂഗിളിൽ നിന്നും റിസൈൻ ചെയ്തതിന് ശേഷം കെവിൻ ബർബൻ എന്നൊരു HTML പ്രോട്ടോടൈപ്പ് സ്വന്തമായി ബിൽഡ് ചെയ്യുകയും ചെയ്തു. അപ്പോഴും പുതിയൊരു ആപ്പ് ബിൽഡ് ചെയ്യണമെന്നോ സ്വന്തമായി ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണമെന്നോ ഒന്നും കെവിൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മെക്സിക്കോയിലൊരു വെക്കേഷൻ സമയം. കെവിനും തൻ്റെ ഗേൾഫ്രണ്ടും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ഗേൾഫ്രണ്ടിന് സ്വന്തം ഫോട്ടോ പോസ്റ്റ് ചെയ്യാനൊരു വിമുഖത കാണിക്കുകയും അതെന്താണെന്ന് കെവിൻ തിരക്കിയപ്പോൾ തൻ്റെ ഐഫോൺ ക്യാമറയിലെടുത്ത ഫോട്ടോ കാണാൻ കൊള്ളില്ല എന്നതാണ് ഗേൾഫ്രണ്ടിൽ നിന്ന് കിട്ടിയ മറുപടി. ഒരു ഫിൽറ്റർ കൊണ്ട് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന ആശയം കെവിൻ്റെ മനസ്സിൽ വരികയും തുടർന്ന് X-Pro 2 എന്ന ഫിൽറ്റർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. ഈ ഫിൽറ്റർ ടെസ്റ്റ് ചെയ്യാനായി കെവിൻ മൊബൈലിൽ പകർത്തിയ ചിത്രമാണ് ഇൻസ്റ്റഗ്രാമിലെ ആദ്യത്തെ പോസ്റ്റ് ചെയ്യപ്പെട്ട ഫോട്ടോ എന്ന് പറയുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മൈക്ക് റൈഗറുമായി പരിചയപ്പെടുകയും പിന്നീട് വർഷങ്ങൾക്കിപ്പുറം കെവിൻ മുൻപ് സ്വന്തമായി ബിൽഡ് ചെയ്ത ബർബൻ എന്ന HTML പ്രോട്ടോടൈപ്പ് ഒരു കമ്പനിയായി സ്റ്റാർട്ട് ചെയ്യാനായി പദ്ധതി ആരംഭിക്കുകയും ചെയ്തു. സാൻ ഫ്രാൻസിസ്കോയിലുള്ള ബേസ് ലൈൻ വെഞ്ചേഴ്സും ആൻഡ്രീസൺ ഹൊറോയിറ്റ്സ് എന്ന 2 ക്യാപിറ്റൽ ഫേമുകളും കൂടി $5 ലക്ഷം കമ്പനി തുടങ്ങാനായി സീഡ് ഫണ്ടിങ്ങിലൂടെ ലഭിച്ചത്. തുടർന്ന് കെവിൻ സിസ്ട്രോമും മൈക്ക് റൈഗറും കൂടി ബർബൻ ഒരു ആപ്പായി ബിൽഡ് ചെയ്യുകയും iOS എന്ന പ്ലാറ്റ്ഫോമിൽ ലോഞ്ച് ചെയ്യുകയും ചെയ്തു. ഉപഭോക്താക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷനുകളും ഫീച്ചേഴ്സുമൊക്കെ ബർബൻ എന്ന ആപ്പിൽ ആദ്യം ഉൾപ്പെടുത്തിയിരുന്നു. ഇതിലെ പ്രധാന ഫീച്ചേഴ്സുകൾ എന്നത് ഫ്രണ്ട്സുമായി പുറത്തൊക്കെ പോയി അടിച്ചു പൊളിക്കുമ്പോൾ ഏൺ ചെയ്യാനുമായി പോയിന്റുകളും പിക്ചേഴ്സൊക്കെ പോസ്റ്റ് ചെയ്യാനും ലൊക്കേഷൻ ബേസ്ഡ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് പോലുള്ള പുതിയ സാങ്കേതിക വിദ്യകളുമെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു ആപ്പായിരുന്നു ബർബൻ എന്നത്. എന്നാൽ ബർബൻ എന്ന ആപ്പ് ഒരു സക്സസ് ആകാത്തത് കൊണ്ട് തന്നെ കെവിനും മൈക്ക് റൈഗറും കൂടി എന്തുകൊണ്ടാണ് ആപ്പ് ആളുകളിലേക്ക് എത്താതിരുന്നത് എന്നൊരു പഠനം നടത്തുകയും അവർ ഒരു അവസാനഘട്ട നിഗമനത്തിലെത്തിച്ചേരുകയും ചെയ്തു. ഈ ഒരുപാട് ഫീച്ചേഴ്സ് എന്നതിനുപരി എന്തെങ്കിലും ഒരു ഫീച്ചർ മാത്രം മതി ആപ്പിൽ വേണ്ടതെന്ന് മനസ്സിലാക്കിയ കെവിനും ക്രൈഗറും കൂടി ഒരു ഡിസിഷൻ എടുക്കുകയും ചെയ്തു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ഫീച്ചേഴ്സ് മാത്രമാക്കി ആപ്പിനെ മാറ്റുക എന്നതായിരുന്നു ആ ഡിസിഷൻ. ആ ഡിസ്കഷനിൽ ബർബൻ എന്ന ആപ്പ് ഒരു ഫോട്ടോ ഷെയറിംഗ് ഫീച്ചർ മാത്രമായുള്ള ആപ്പായി ബിൽഡ് ചെയ്യാനായി ഡിസിഷൻ എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഫോട്ടോ ഷെയറിംഗ് എന്ന ആശയം മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബർബൻ എന്ന ആപ്പ് മുഴുവനായും റീപ്രോഗ്രാം ചെയ്ത് വീണ്ടും പുറത്തിറക്കിയത് ഇൻസ്റ്റഗ്രാം എന്ന പേരിലാണ്. 2010 ഒക്ടോബർ 6 ഇൻസ്റ്റഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം ആദ്യമായി ലോഞ്ച് ചെയ്യുന്നത് iOS എന്ന പ്ലാറ്റ്ഫോമിൽ മാത്രമാണ്. ലോഞ്ച് ചെയ്ത് ഒരു മാസം കഴിയുമ്പോഴേക്കും ഇൻസ്റ്റഗ്രാം 1 മില്യൺ യൂസേഴ്സും 1 വർഷം കഴിയുമ്പോഴേക്കും ഇത് 1 മില്യണിൽ നിന്ന് 10 മില്യൺ യൂസേഴ്സിലേക്കും ഇൻസ്റ്റഗ്രാം വളരുകയാണ് ഉണ്ടായത്. ഇൻസ്റ്റഗ്രാമിൻ്റെ വളർച്ച എന്നത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം ഫേസ്ബുക്ക് ലോഞ്ച് ചെയ്ത് 2 വർഷത്തിന് ശേഷം മാത്രമാണ് 12 മില്യൺ യൂസേഴ്സിലേക്ക് ഫേസ്ബുക്ക് എത്തുന്നത്. എന്നാൽ ഇൻസ്റ്റഗ്രാം ഇത് ലോഞ്ച് ചെയ്ത് 1 വർഷം കൊണ്ട് 10 മില്യൺ യൂസേഴ്സിനെ ഉണ്ടാക്കി എന്നതാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ സക്സസിന് കാരണമായി പറയുന്നത്. പിന്നീട് കെവിൻ സിസ്ട്രോം ഇൻസ്റ്റഗ്രാം CEO ചുമതല ഏറ്റെടുക്കുകയും മൈക്ക് റൈഗർ കോ-ഫൗണ്ടറായും ചീഫ് ടെക്നോളജി ഓഫീസറായും ഇൻസ്റ്റഗ്രാമിൽ പ്രവർത്തിക്കുകയും ചെയ്തു. തുടർന്ന് 2010 തന്നെ
ഒരു ഫോട്ടോ ഷെയറിംഗ് ആപ്പ് മാത്രമായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഷെയറിംഗ് എന്ന ഫീച്ചർ കൂടി കൊണ്ടുവരികയും ചെയ്തു. ഒരു വർഷം കൊണ്ട് 10 മില്യൺ യൂസേഴ്സിനെ സ്വന്തമാക്കിയ വെറും 13 എംപ്ലോയീസ് മാത്രമുണ്ടായിരുന്ന ഇൻസ്റ്റഗ്രാം 2012 ഏപ്രിൽ 1 $1 ബില്യൺ ഫേസ്ബുക്കിന് വിൽക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ഇൻസ്റ്റഗ്രാം സ്വതന്ത്രമായി വളരാനും കെവിൻ സിസ്ട്രോമിനെയും മൈക്ക് ക്രൈഗറിനെയും ഇൻസ്റ്റഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനായി മാർക്ക് സുക്കർബർഗ് നിയമിക്കുകയും ചെയ്തു. ഇതുവരെ iOS പ്ലാറ്റ്ഫോമുകളിൽ മാത്രം ലഭ്യമായിക്കൊണ്ടിരുന്ന ഇൻസ്റ്റഗ്രാം 2012 ഏപ്രിലിൽ ആൻഡ്രോയിഡിൽ ലോഞ്ച് ചെയ്തു. ഒരു ഫോട്ടോ ഷെയറിംഗ് ആപ്പ് മാത്രമായി തുടങ്ങിയ ഇൻസ്റ്റഗ്രാമിൽ പതിയെ കുറേ ഫീച്ചേഴ്സ് കൂടി ആഡ് ചെയ്യാനായി തുടങ്ങി. കെവിൻ സിസ്ട്രോം ഫോബ്സ് എന്ന മാഗസീനിൽ നൽകിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി: ഇന്നത്തെ സോഷ്യൽ മീഡിയ ലോകത്ത് ഇപ്പോഴും നിങ്ങളോടൊപ്പമുള്ള ഐഫോണിന് അനുയോജ്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ രീതിയാണ് ഇൻസ്റ്റഗ്രാം എന്നത്. ഇനി മുതൽ ആളുകൾക്ക് പെട്ടെന്ന് കമൻറ്റ് ചെയ്യാനും ഫോട്ടോകൾക്ക് ലൈക്ക് ചെയ്യാനും അത് ട്വിറ്ററിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഷെയർ ചെയ്യാനും കഴിയുമെന്നാണ് കെവിൻ സിസ്ട്രോം വ്യക്തമാക്കിയത്. 2018 സെപ്റ്റംബർ 4 കെവിൻ സിസ്ട്രോമും മൈക്ക് ക്രിഗറും ഇൻസ്റ്റഗ്രാമിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ് ഉണ്ടായത്. തുടർന്ന് മൈക്ക് ക്രിഗറും കെവിൻ സിസ്ട്രോമും കൂടി ചേർന്ന് ആർട്ടിഫാക്റ്റ് എന്നൊരു AI ആപ്പ് തുടങ്ങുകയും ചെയ്തു. ഇത് ന്യൂസുകളെയും ബ്ലോഗുകളെയും മറ്റ് പല ആർട്ടിക്കിളുകളെയും കോർത്തിണക്കിയ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു AI ആപ്പായിരുന്നു ആർട്ടിഫാക്റ്റ് എന്നത്. എന്നാൽ ഇത് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൃത്യമായി കിട്ടാത്തത് കൊണ്ട് തന്നെ 2024 ജനുവരിയിൽ ആപ്പ് ഷട്ട് ഡൗൺ ചെയ്യുകയുമുണ്ടായി. 2014 കെവിൻ സിസ്ട്രോം ഫോബ്സിൻ്റെ സോഷ്യൽ മീഡിയ കാറ്റഗറിയിലെ 30ാമത്തെ ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. 2024 ഇൻസ്റ്റഗ്രാമിൻ്റെ കണക്ക് പ്രകാരം ഒരാൾ ഒരു ദിവസം ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്ന ആവറേജ് ടൈം എന്നത് 33 മിനിറ്റാണ്. എന്നാൽ ഇത് ഫേസ്ബുക്ക് ആണെങ്കിൽ വെറും 30 മിനിറ്റ് മാത്രമാണ്. ഒരു ഫോട്ടോ ഷെയറിംഗ് ആപ്പ് മാത്രമായി തുടങ്ങിയ ഇൻസ്റ്റഗ്രാമിന് 2024 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം ഇന്നത്തെ ബ്രാൻഡ് വാല്യൂ എന്നത് 47 ബില്യണിലും കൂടുതലാണ്. എടുത്ത ഫോട്ടോകളൊന്നും പോസ്റ്റ് ചെയ്യാൻ കൊള്ളില്ല എന്ന ഡിസ്കഷനിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു സൊല്യൂഷനിൽ നിന്നുമാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ഇന്ന് 47 ബില്യണിലും കൂടുതലാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ടേൺ ഓവർ എന്നത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്